ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ ഇന്ന് നമ്മുടെ നാട്ടില് നമുക്കറിയാം, ഇന്ന് ഒരുപാട് പേർക്ക് ടൈം ഉണ്ടെങ്കിൽ ക്ഷമയില്ല, ക്ഷമയുണ്ടെങ്കിൽ ടൈമില്ല, അല്ലേ? കാരണം നമ്മൾ ഇന്ന് നേരം വെളുത്താൽ ഈ ക്ഷമയും സമയവും ഇല്ലാത്ത ഓരോ വ്യക്തികളും ഇന്ന് നേരം വെളുത്ത് ടൈം കണ്ടെത്തുന്ന എന്തിനാണെന്നറിയാം? പ്രഷർ, ഷുഗർ. അതായത് കഴിച്ചിട്ടും കഴിക്കാണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതിനൊക്കെ സമയമുണ്ട്, ക്ഷമയുണ്ട്, അല്ലേ? ഓക്കെ. എങ്കിൽ പോലും നമ്മുടെ ഇന്ന് വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അതായത് നമ്മൾ വയസ്സാവുമ്പോൾ നമുക്ക് അഭയം തരുന്ന ആയിരിക്കുമോ എന്ന് നമുക്കറിയാലോ. ഒന്നിൽ വീൽ ചെയർ, അല്ലെങ്കിൽ വാക്കർ, അല്ലെങ്കിൽ ഒരു വടി. ഇത് നമുക്ക് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇതൊന്നുമില്ലാണ്ട് 93 വയസ്സ് പ്രായമുള്ള ഒരമ്മ ഇന്നും മരമില്ലിൽ പണിയെടുത്ത് അവർ ജീവിക്കുകയാണ്. മക്കളും എല്ലാം നഷ്ടപ്പെട്ടു, മക്കളില്ല, ആരുമില്ല. ആ അമ്മ ഒറ്റയ്ക്ക് 40 വർഷമായി ഒരു മരമില്ലിൽ, അത് കൊല്ലം കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരമില്ലിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരമ്മ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ആ അമ്മയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി നമ്മൾ ജീവിക്കണം. എങ്കിൽ നമ്മുടെ ഒരുപാട് രോഗങ്ങളും ഒരുപാട് വിട്ടുമാറും. ദുഷ്ടം മനസ്സും മറ്റുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം എത്ര കാലമുണ്ടോ അത്ര കാലം നമ്മൾ ആയുസ് നിലനിൽക്കും. ആരോഗ്യം സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും അടിപതറുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ 40 വയസ്സ് വരെയും ഇത്രയും വാർദ്ധക്യത്തിൽ എത്തും വരെ ഈ 40 വർഷവും ആ അമ്മ പണിയെടുക്കുമ്പോൾ ആ മില്ലുകാരൻ, ആദ്യം ആ മില്ലുകാരനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. കാരണം ഇപ്പോഴും വാർദ്ധക്യത്തിലെത്തിയിട്ടും ആ അമ്മേനെ ആ മില്ലുകാരൻ ഉപേക്ഷിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ആ അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. വാ സുഹൃത്തുക്കളെ. 93 വയസ്സുള്ള ഈ അമ്മയുണ്ടല്ലോ, ആളൊരു ഭയങ്കര സംഭവം കേട്ടോ. ഈ അമ്മയുടെ ജീവിതം പറയുമ്പോൾ കുറച്ച് സങ്കടം വരും. പക്ഷേ അവർ കരയില്ല. കാരണം ഇവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അമ്മയുടെ 4 മക്കളും ഭർത്താവും ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. പക്ഷേ അവർ തളർന്നില്ല. കാരണം ബാക്കിയുള്ള പെൺമക്കൾക്ക് അന്നം മുട്ടിയപ്പോൾ, പട്ടിണിയായപ്പോൾ കുടുംബം നോക്കാനായി മുണ്ടും മുറുക്കിയെടുത്ത് ഈ അമ്മ ജോലി ചെയ്യാനായി തെരുവിലേക്ക് ഇറങ്ങി. കാലം ഇത്രയായിട്ടും ഇന്നും ഈ അമ്മ ഒരു സാമില്ലിൽ അന്തസ്സോടെ, അഭിമാനത്തോടെ ജോലി ചെയ്ത് കുടുംബം നോക്കുകയാണ്. ഈ അമ്മയുടെ കാര്യം നോക്കുകയാണ്. കാണാം ആ സുന്ദരമായ ചങ്കൂറ്റത്തിൻ്റെ, തൻ്റെ ഇടത്തിൻ്റെ ആ കാഴ്ച. അമ്മയുടെ വിവാഹം കഴിച്ചിട്ട് വർഷമായി കാണും. വർഷം ഓർമ്മയില്ല. പ്രണയവിവാഹമായിരുന്നു? അല്ലല്ല. അത് പറയുമ്പോൾ ഒരു നാണം. അതൊന്നുമില്ല, കല്യാണം കഴിച്ചു. അതെ. അപ്പൂപ്പൻ പോയല്ലേ? എല്ലാവരും പോയി, മക്കളും അപ്പൂപ്പനും ഒക്കെ പോയി. എല്ലാവരും പോയി, അമ്മ മാത്രമേ ഉണ്ട് ഇനി. മക്കളെല്ലാം പോയി. ഈ 93 വയസ്സല്ലേ, ഈ വയസ്സിലും ഇത്രയേറെ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനുള്ള എനർജി എവിടുന്ന് വരുന്നു? നമ്മളെ മനസ്സിൻ്റെ കൊണ്ട് ചെയ്യുന്നു. ആണോ? കൊച്ചിലെ മുതൽ ഇത്രയും നല്ല രീതിയിൽ അധ്വാനിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ 50 വയസ്സ് കഴിയുമ്പോഴേ അതിനുശേഷം കുഴി എടുത്താൽ മതി. പക്ഷെ അമ്മയ്ക്ക് ഇത്രയും ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണ്? നേരത്തെ കൂടി കൊച്ചിലെ ജോലി പഠിച്ചു, അതുകൊണ്ട് ഇപ്പൊ ജോലി വേറെ ആരുമില്ല. മക്കൾ മരിച്ചുപോയി. അപ്പൊ ബാക്കിയുള്ള മക്കളെയൊക്കെ വളർത്തി വന്നപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. അല്ല, ജീവിക്കാൻ നോക്കും. എത്ര മക്കളുണ്ടായിരുന്നു അമ്മയ്ക്ക്? എനിക്ക് 6 മക്കളുണ്ടായിരുന്നു. 4 മക്കൾ മരിച്ചു. നിങ്ങളെപ്പോലുള്ള 4 മക്കൾ മരിച്ചു. 4 പേര് മരിച്ചു. 4 പേര് മരിച്ചു. പടക്കശാലി പടക്കശാല തീ പിടിച്ച് മരിച്ചു പോയത് 4 പേരും അവിടെ ഉണ്ടായിരുന്നല്ലേ? സാരല്ല, അമ്മയുണ്ടല്ലോ കുടുംബം നോക്കാനായിട്ട്. എന്തു പറയുന്നു? ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടോ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നതിലും, ഞങ്ങളെ പോലുള്ള ചാനലുകൾ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നതിലും സന്തോഷം തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നു അമ്മക്ക്? സത്യത്തിലേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം തോന്നുന്നതാണ്. ജോലി ഉണ്ടായിട്ട് പോലും ജോലി ചെയ്യാൻ മടിയുള്ള ആളുകളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ എല്ലാവർക്കും മാതൃകയായിട്ട്
അമ്മ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നത്? അഭിമാനം, സന്തോഷം. എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അമ്മയ്ക്ക്? ഒന്നുമില്ല, ഭയങ്കര ഹെൽത്തിയാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നേരത്തെ ഉള്ള ഇതുകൊണ്ട് ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി വരും. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ബാക്കി 2 പെൺമക്കൾ അവർ വേറെ കല്യാണം കഴിച്ച് പോയി. അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എത്ര നാളായിട്ട് ഈ ഒരു സ്വാമിയിൽ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ നെല്ലിട്ടപ്പം കൂടെ വരുന്നുണ്ട്. ഞാൻ പിന്നെ മലയിൽ പോയി വിറകൊക്കെ തടിയൊക്കെ എടുത്തോണ്ട് വിളവൊക്കെ എടുത്തോണ്ട് വരും. വിറവ് കൊണ്ടൊന്ന് ജീവിക്കുമായിരുന്നു. വിറവ് എടുത്തോണ്ട് വെക്കും? അത് ശരി. വിറവ് എടുത്തോണ്ട് വെച്ച് ജീവിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോഴും ഈ മുതലാളി ഇവിടെ വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ശരി. അതിനുശേഷം പിന്നെ മുതലാളി പറഞ്ഞു എവിടെ പോകണ്ട, ഇവിടെ തന്നെ നോളാൻ പറഞ്ഞു. ആവുന്ന വഴിയും തൂത്തുവാരക്കും ഇതൊക്കെ പൊടിവാരക്കും തൂത്തുവാരക്കും ഒക്കെ. ഈ അമ്മ 91 വയസ്സ് കഴിഞ്ഞു, 4 മക്കൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അമ്മ അനാഥമായി ജീവിക്കാനും മക്കളെ പോറ്റാനും വേറെ വഴിയില്ലാഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഒരു പ്രായത്തിലും അധ്വാനിച്ച് ജോലി ചെയ്ത് വിയർത്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാണ് കുടുംബത്തെ പോറ്റുന്നത്. അമ്മ സത്യത്തിൽ അമ്മയുടെ കാര്യത്തിൽ അഭിമാനം തോന്നുന്നു. ഞങ്ങളൊരു അവാർഡ് തരട്ടെ. അപ്പൊ ഇനിയും ഒരുപാട് വർഷങ്ങൾ അമ്മയ്ക്ക് ഇനിയും ഇതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സുഹൃത്തുക്കളെ, കണ്ടല്ലോ അമ്മയുടെ വീഡിയോ. കാര്യം താങ്ങാനുള്ളിടത്തെ തളർച്ച ഉള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, കാരണം അമ്മ സ്വന്തം മക്കളൊക്കെ മരിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മാതൃകയായ, പറയാൻ പറ്റില്ല, മാതൃകയായ ഒരു അമ്മയാണ് കൊല്ലം കടക്കാവൂര് എന്ന് പറയുന്ന ആ പ്രദേശത്തെ അമ്മ. നിങ്ങൾ കണ്ടല്ലോ. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി.